അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 166, 167, 168 എന്നിങ്ങനെ 3 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العظيم. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായുമൊക്കെ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാഹുവേ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ, അവരോട് നീ കരുണ ചെയ്യണേ അല്ലാഹുവേ. അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ, അവരെയെല്ലാം നീ സഹായിക്കണേ അവരാരെയും ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അവരുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ. ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും നീ പൂർണ്ണമായും ശിഫാ നൽകണേ റഹ്മാനേ. മാരകമായ രോഗങ്ങളൊന്നും നീ ഞങ്ങൾക്കാർക്കും തരല്ലേ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. അല്ലാഹു പറയുകയാണ്, പിന്തുടരപ്പെട്ടവർ അഥവാ നേതാക്കൾ പിന്തുടരുന്നവരെ അഥവാ അനുയായികളെ വിട്ട് ഒഴിഞ്ഞ് മാറുകയും ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത് എന്നല്ലാഹു സൂചിപ്പിക്കുകയാണ്. മഹ്ശറയെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. വഖാല അല്ലദീന തബഉ, പിന്തുടരുന്നവർ അഥവാ അനുയായികൾ അന്ന് പറയുമത്രേ, ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ
തബറഊ മിന്നാ. ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരം. ആരാണ് പറയുന്നത്? നേതാക്കളുടെ അനുയായികൾ പറയുമത്രേ മഹ്ശറയിൽ വെച്ച്, ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചു പോക്കിന് അവസരം കിട്ടിയിരുന്നു എങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞ് മാറിയതുപോലെ ഞങ്ങൾ ഇവരെയും വിട്ടൊഴിഞ്ഞ് മാറുമായിരുന്നു. കദാലിക യുരീഹുമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുമത്രേ. നേതാക്കന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മഫലങ്ങൾ ചെയ്തവർ അല്ലാഹു അന്നവരെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ചെയ്തത് ഇതാണ്, ഇതിനൊന്നും യാതൊരു വിലയുമില്ല എന്ന്. ഇൻഷാ അല്ലാഹ് ആലാപനത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. വമാഹും ബിഖാരിജീന മിനന്നാർ. നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ ആവുകയില്ല നബിയേ, ഒരിക്കലും കഴിയുകയില്ല നബിയേ. അവരെന്നും നരകത്തിൽ തന്നെയാണ്. ഈ അനുയായികളും ഈ നേതാക്കളും എല്ലാം നരകത്തിലാണെന്ന് അല്ലാഹു പറയുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ഭൂമിയിൽ ഉള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അല്ലാഹു പറയുകയാണ്, വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങളുടെ പ്രത്യശത്രു തന്നെയാണ്. അല്ലാഹു മനുഷ്യരുടെ പ്രത്യശത്രുവാണ് എന്ന്, അവൻ കൂടെ തന്നെയുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. നമുക്ക് ആലാപനത്തിലേക്ക് പോകാം. അല്ലാഹ് പറയുന്നു, ഇതാ കാര്യവും നാളെ പരലോകം അതിനെ പറ്റി വളരെ ഇതാ വ്യക്തമായി അവനും പറയുന്നു ഖുർആനിലും. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ മനുഷ്യരോട് വിളിച്ചോതുകയാണ്. വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. മനുഷ്യരീതാക്കും നേതാക്കളും അവരും ഇതാ വിഡ്ഢി ഇതാ ദുശക്തി. മനുഷ്യർ കുറേ നേതാക്കളെ അവരനുകരിക്കുമത്രേ, ഒരുപാട് വിഡ്ഢികളെ മനുഷ്യർ നേതാവാക്കുമത്രേ. ചില ദുശക്തികളെയും അവർ നേതാവ് ആക്കുമത്രേ എന്നല്ലാഹു പറയുകയാണ്. ശേഷം മനുഷ്യരിൽ ചിലരൊക്കെയും അവരെ ഇതാവാക്കും, അനുസരിക്കും. അവരെ നേതാവാക്കിയതിന് ശേഷം ദുശക്തികളെയും ചില നേതാക്കന്മാരെയും അവരെ നേതാക്കളാക്കിയതിന് ശേഷം ഈ അനുയായികളുണ്ടല്ലോ, അവർ എന്ത് തന്നെ പറഞ്ഞാലും അത് വേദവാക്യമായി അവർ കരുതിക്കോളും നബിയേ.
അങ്ങനത്തെ ഒരു പറ്റം മനുഷ്യർ ദുനിയാവിലുണ്ട്. ഹബീബല്ലാഹ്. അള്ളാഹു വ്യക്തമായി പറയുകയാണ്. നമ്മളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കണം കേട്ടോ. സാധാനുസരണ അത് അല്ലാന്നേ, റബ്ബിന്നിതാ കൽപ്പന അത് പോലാണേ. സാധാ ഒരു അനുസരണ പോലെയല്ല. ഈ നേതാക്കളുടെ കൽപ്പന കേട്ടാൽ ഈ അനുയായികൾ പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയുമോ നബിയേ? അള്ളാഹുവിൻ്റെ കൽപ്പന പോലെയാണ് ആ നേതാക്കളുടെ വാക്ക് കൽപ്പനകൾ അവർ അനുസരിക്കുന്നത് നബിയേ. അത്രമാത്രം ആ നേതാക്കളോട് അവർ കടപ്പെട്ടിരിക്കുകയാണ് നബിയേ. വല്ലാത്ത വിഡ്ഢികൾ തന്നെ. മനസ്സിലാക്കണം. മനുഷ്യർ ഇതാ ഒന്നും വിഴുങ്ങാതെയും മൊത്തം അവരെയും വാക്ക് കേൾക്കും. ഈ നേതാക്കളുടെയും ദുശക്തികളുടെയും എല്ലാ വാക്കും ഈ അനുയായികൾ, അവരെ പിൻപറ്റുന്നവർ കേൾക്കുമത്രേ, അവർ പറയുന്നത് ചെയ്യുമത്രേ നബിയേ. ഇവർ ചിന്തിക്കുകയില്ല, ഇവർ മനസ്സിലാക്കുകയില്ല, ഇവർ പഠിക്കുകയില്ല. വെറുതെ ഈ നേതാക്കളുടെ പിറകെ അവർ ചെന്നിരിക്കും. ഹബീബല്ലാഹ്. വ്യക്തമായി അല്ലാഹു പറയുകയാണ്, അമളി പിണഞ്ഞെന്ന് ദുനിയാവിലെ അവർക്കും അറിയില്ലേ മഹാവിഡ്ഢികൾ. അമളി അവർക്ക് പറ്റിയതാണെന്ന് അവർ ദുനിയാവിൽ വെച്ച് അവർ തിരിച്ചറിയില്ല നബിയേ. നേതാക്കളുടെ പിന്നിൽ പോയിരിക്കുന്നത്, ദുശക്തികളുടെ പിന്നിൽ പോയിരിക്കുന്നത്, അവർ പറയുന്നത് വിഴുങ്ങാതെ അവരതേപടി അനുസരിക്കുന്നത്. ഓ കഷ്ടം! ഇവർ വിഡ്ഢികൾ തന്നെയാണ് നബിയെ. ഇവരുടെ അമളികൾ, ഇവർക്ക് പറ്റിയ അബദ്ധം ഇവർ ദുനിയാവിൽ വെച്ച് ഒരു കാരണവശാലും ഇവർക്ക് അറിയത്തില്ല നബിയേ. കാരണമെന്താണ്? പരിശുദ്ധമായ ഖുർആൻ അവർക്ക് വന്നു കഴിഞ്ഞിട്ടും അവരത് പഠിക്കാൻ തയ്യാറല്ല നബിയേ, അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല നബിയേ. എൻ്റെ കലാമേയും അവർ കണ്ടില്ല, എൻ്റെ ഹബീബേയും അവർ കൊണ്ടില്ല. എൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവർ കണ്ടില്ലല്ലോ നബിയേ. അവരത് കണ്ടതാണ് നബിയേ, പക്ഷേ അവരതിനെപ്പറ്റി മനസ്സിലാക്കിയില്ല നബിയേ. അവരെ അതിനെ ഉൾക്കൊണ്ടില്ല യാ റസൂലല്ലാഹ്. മാത്രവുമല്ല നബിയേ, അങ്ങയെ അവർ കൊണ്ടില്ലല്ലോ, അങ്ങയെ അവർ കേട്ടില്ലല്ലോ നബിയേ, അങ്ങയെ അവർ പിൻപറ്റിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ഖുർആനവരുമേ പഠിച്ചതില്ലേ, അതിനാൽ ശദീലും അവർ പെട്ടെന്നേ. പരിശുദ്ധമായ ഖുർആൻ അവർ പഠിച്ചിരുന്നു എങ്കിൽ നബിയേ, അവർ ഈ ദുശക്തികളുടെയും ഈ നേതാക്കന്മാരുടെയും പിറകെ പോയി അവരുടെ ആഖിറം നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു എന്നല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ എൻ്റെ പ്രിയമുള്ളവരെ വ്യക്തമായി, വളരെ വ്യക്തമായി ഇതാ പറയുകയാണ്. അങ്ങനെ ഖുർആനെ അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഈ ചതിയിൽ അവർ പെട്ടുപോകില്ല നബിയേ. അല്ലാഹു ഉണർത്തുകയാണ്,
കാലം ഒരുപാട് അവർ ജീവിച്ചു, ഖുർആൻ അവരാരും പഠിച്ചില്ലന്നേ. 60 വയസ്സ് വരെ ജീവിച്ചവരുണ്ട് നബിയെ, 70 വയസ്സ് വരെ ജീവിച്ചവരുണ്ട് നബിയെ, 90 വയസ്സ് വരെ ജീവിച്ചവരുണ്ട് നബിയെ. ഈ 90 വയസ്സിനിടയ്ക്ക് പരിശുദ്ധമായ ഖുർആനെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ പിൻപറ്റാൻ അവർ തയ്യാറായിരുന്നില്ല ഹബീബേ. അവരും ഇതാ നേതാ വാക്ക് കേട്ട്, അതിനാൽ മഹേശ്വര അവരും തോറ്റ്. നബിയെ, പരിശുദ്ധമായ ഖുർആനെ കേൾക്കാതെ അവരുടെ നേതാക്കളുടെയും അവരുടെ ദുശക്തികളായ നേതാക്കളുടെയും വാക്ക് മാത്രം അവർ കേട്ടു നബിയേ. അങ്ങനെയായപ്പോൾ അവർ തോറ്റു നബിയേ. മഹ്ശറായിൽ അവർ പരാജിതരായി പോയി നബിയേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ഉണർത്തുകയാണ്. നാളെ പരലോകം ഇവരെല്ലാരും അവിടെ ഇതാവെന്ന് അണയും നേരം, അവരും ഇതാ തമ്മിൽ ചർച്ചയാക്കും, അതിനെ ഇവിടെയും പറഞ്ഞു അല്ലാഹ്. ഈ നേതാക്കളും ഈ ദുശക്തികളും ഇവരുടെ അനുയായികളും നാളെ പാരത്രികമായ മഹ്ശറയിൽ അവർ വരും നബിയേ. എന്നിട്ടവർ തമ്മിൽ ചർച്ചയാക്കും നബിയേ. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഹബീബല്ലാഹ്. സ്ഥിതിയും മഹീശറ ഭയാനകമാണേ, അന്ന് ഇതാ മനുഷ്യർ ഓട്ടം തന്നെ. ഭയാനകമാണ് നബിയേ മഹ്ശറ. മനുഷ്യൻ നെട്ടോട്ടത്തിലാണ് ഹബീബേ. തണലില്ലാത്ത മഹ്ശറ, സാന്ത്വനമില്ലാത്ത മഹ്ശറ, ആരും സഹായിക്കാനില്ലാത്ത മഹ്ശറ. നഫ്സി എന്ന് മാത്രം ഒരു വിട്ടുകൊണ്ട് ഓടുന്ന മഹ്ശറ. നേതാ ഇതാ നേതാ അവരും പറയും, അനുയായിത് അനുയാ അവരോടാണേ. നേതാക്കളിതാ അനുയായികളോട് പറയുമത്രേ, ഞങ്ങൾ ഇതാ നിങ്ങളെ ഉപേക്ഷിക്കുന്നേ, താങ്ങാൻ കരുത്തില്ലേ നിങ്ങൾ പൊയ്ക്കോ. ഈ ദുനിയാവിൽ വെച്ച് ദുശക്തികളായ നേതാക്കൾ അല്ലാത്ത നേതാക്കളും അവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ചു പോന്ന ഈ മനുഷ്യരുണ്ടല്ലോ, അവർ നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഈ ദുശക്തികളായ നേതാക്കളും അല്ലാത്ത നേതാക്കളും ഈ അനുയായികളോട് പറയുമത്രേ, പൊയ്ക്കൊള്ളുക, ഞങ്ങളുടെ പരിസരത്ത് നിന്ന് പൊയ്ക്കൊള്ളുക, നിങ്ങളെ ഞങ്ങൾക്ക് കാണണ്ട. ഞങ്ങൾ പറഞ്ഞതെന്തിനെ നിങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ പറഞ്ഞതെന്തിനെ നിങ്ങൾ കേട്ടു. ഒരു ഖുർആനില്ലായിരുന്നോ, ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഇല്ലായിരുന്നോ, അവരെ നിങ്ങൾ വിശ്വസിക്കാതെ ആ ഗ്രന്ഥത്തെ നിങ്ങൾ പഠിക്കാതെ ഞങ്ങളുടെ വിഡ്ഢികളായ ഞങ്ങളുടെ വാക്കും കേട്ട് നിങ്ങൾ താന്തോന്നികളായതിൽ ഞങ്ങൾക്ക് പങ്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടം കടന്ന് പൊയ്ക്കൊള്ളുക എന്ന് ഇന്നത്തെ ദുനിയാവിലെ നേതാക്കൾ, ദുശക്തികളായ നേതാക്കൾ നാളെ ആഖിറത്തിൽ അനുയായികളെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയുമത്രേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുകയാണ്.
അവരും ഇതാ ഇവരെ കൈവിട്ടെന്നേ, അനുയാവരുമേ വിരൽ കടിക്കുന്നേ. അപ്പോഴാണ് ഈ ദുശക്തികളുടെയും നേതാക്കളുടെയും തനി നിറം അവർ മനസ്സിലാക്കുന്നത് കേട്ടോ. നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. നമ്മളെല്ലാവരും നേതാക്കളുടെ വാക്ക് കേൾക്കരുത്, ദുശക്തികളുടെ വാക്ക് കേൾക്കരുത്. പരിശുദ്ധമായ ഖുർആൻ എന്തു പറയുന്നവോ അതനുസരിച്ച് മുന്നോട്ട് 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 നീങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ പരാജയമായിരിക്കും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും സംഘടനകളും അങ്ങനെയുള്ള വരും. അതുപോലെ ദുശക്തികൾ, മാന്ത്രികം, ഏലസ്, ആഭിചാരക്രിയകൾ, പരിശുദ്ധമായ സലാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ സലാത്തിൻ്റെ പേരിൽ പല പല മജ്‌ലിസുകൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഇതിൽ പറയുന്നത്. മനസ്സിലായി? അതുപോലെ ബദരീങ്ങളുടെ സ്റ്റേജ്, ബദരീങ്ങളുടെ പേര് പറഞ്ഞ സ്റ്റേജുകൾ, അങ്ങനെ ഒരുപാട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ സദസ്സുകൾ. ഈ സദസ്സിലും അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ, രാഷ്ട്രീയക്കാർ, ഇതുപോലുള്ള മജ്‌ലിസുകൾ, ഇതിലൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത്? അവരുടെ വേദവാക്യങ്ങൾ നമ്മൾ അംഗീകരിക്കണോ? അത് ഖുർആനുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകുമത്രേ. ഞാൻ ഖുർആനാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. അവരും ഇതാ ഒക്കെ ഉറക്കെയാണേ, പറയും ഇവന്മാരോ തനി നേതാക്കൾ. അന്ന് കുത്തുബിയത്തിൻ്റെ മജ്‌ലിസിലിരുന്ന് അനാചാരം പറഞ്ഞവർ, സലാത്തിൻ്റെ പേരിൽ മജ്‌ലിസുകൾ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞവർ, രാഷ്ട്രീയ മേലാളന്മാർ, നിങ്ങൾ അവർക്ക് വേണ്ടി കൊടി പിടിച്ചപ്പോൾ അവരെന്തെല്ലാം പറഞ്ഞു, അവരാരെയെല്ലാം കൊല്ലാൻ പറഞ്ഞു, അവരാരെയെല്ലാം ആക്ഷേപിക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്ത കൂട്ടരേ, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. സംഘടനകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ, പരിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ അടുത്തുകൊള്ളാൻ നിങ്ങൾക്കിനിയും സമയമുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ പരത്തി പറയുന്നില്ല. ശരിക്ക് ബുദ്ധിമാന്മാർക്ക് ഇത്രയും പറഞ്ഞാൽ മതിയാകുന്നതാണ്. ശരിക്ക് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോകരുത്, നേതാക്കളുടെ വാക്ക് കേൾക്കരുത്. മനസ്സിലായില്ലേ? അതുപോലെ ചില മജ്‌ലിസുകൾ എന്നുള്ള പേരിൽ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ കുമ്പിട്ട് പോകരുത്. അങ്ങനെയൊക്കെ ആയി. അതുപോലെ ദുശക്തികൾ, മനസ്സിലായില്ലേ? ദുശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആഭിചാരക്രിയകൾ ചെയ്യുന്ന സ്ഥലം, മാന്ത്രിക വിദ്യാലയങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊന്നും ഖുർആൻ പറഞ്ഞതല്ല നിങ്ങൾ പോകണമെന്നും. അപ്പോൾ ഖുർആൻ പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവരവിടെ ചെയ്യുന്നത് അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങളാണ്. മനസ്സിലായി? അള്ളാഹുവിനോട് ഉപമ വയ്ക്കുകയാണ് അവർ. ഇങ്ങനെ അവർക്കാണ് കഴിവ് എന്ന്. രോഗം മാറ്റുന്നു ഞാൻ, ക്യാൻസർ മാറ്റുന്നു ഞാൻ, ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നു ഞാൻ, എൻ്റെ വെള്ളം മന്ത്രിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ. ഇതൊക്കെയാണല്ലോ മജ്‌ലിസുകളിലൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ കൂടെ നിങ്ങൾ പോകരുത് കേട്ടോ. ഇത് ഖുർആനാണേ. തെറി വിളിക്കേണ്ടവർക്ക് വിളിക്കാം, ഇതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം. അനുസരിച്ചാൽ മഹിഷറ രക്ഷപ്പെടും. അതല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ പിറകെ പോയാൽ ജീവിതം കോച്ചട്ട. നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അനാചാരങ്ങളുടെ പിറകെയും ഇതുപോലുള്ളതായ രാഷ്ട്രീയ നേതാക്കളുടെ പിറകെയും പോയി നമ്മുടെ ജീവിതം പാഴാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഖുർആൻ പഠിക്കുക, നന്നാകുക. അപ്പോൾ ഈ അനുയായികളെല്ലാം അവിടെ വന്നിട്ട് നാളെ മഹിഷറയിൽ വന്നിട്ട് കൈമലർത്തും, പൊക്കോടാന്ന് പറയും. അപ്പോഴത്തേക്ക് ഈ നേതാക്കന്മാർ, അപ്പോഴാണ് ഈ അനുയായികൾ പറയുന്നത്, ഹോ ഇവനെയൊക്കെയാണോ ദുനിയാവിൽ വെച്ച് നമ്മൾ നേതാക്കളായി അംഗീകരിച്ചത്? കഷ്ടം കഷ്ടം കഷ്ടം.
എന്ന് ഈ അനുയായികൾ പറയും. സലാത്തിൻ്റെ പേരിൽ മജ്‌ലിസൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഇരിക്കുന്ന എൻ്റെ സഹോദരിമാരെ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ സംഘടനകൾ സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, വഹാബി, ഖാദിയാനി അങ്ങനെ നീണ്ടുപോകും. രാഷ്ട്രീയം കോൺഗ്രസ്, RSS, BJP, SDPI, NDF, അങ്ങനെ LLB, MLP അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങൾ. ഇതൊക്കെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ. അവരുടെ അനുയായികളായി നമ്മൾ പുറകെ പോകുമ്പോൾ പരിശുദ്ധമായ ഖുർആനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ അതനുസരിച്ചാണോ ഇവരുടെ പോക്ക് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കും. മനസ്സിലായോ? ശരി, പോട്ടെ. ശേഷം അവരുമേ ഇതാ റബ്ബോട് ഖേദം പറയുന്നു, സഹായം വേണേ. അങ്ങനെ ഈ നേതാക്കൾ കൈയൊഴിയുമ്പോൾ ഈ അനുയായികൾ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, ഇനിയൊരു ജന്മം ഭൂമിയിൽ നീ ഞങ്ങൾക്ക് തരികയാണ് എങ്കിൽ ഈ നേതാക്കളെ ഞങ്ങൾ കുത്തിമലർത്തും അല്ലാ. ഈ നേതാക്കളെ ഞങ്ങൾ തീട്ടം അവരുടെ മുഖത്തേക്ക് ചീഞ്ചലം വലിച്ചെറിയും അല്ലാ. ഇവരെ ഞങ്ങൾ കഷണം കഷണങ്ങളാക്കും അല്ലാ. ഇത്രയും വൃത്തികെട്ടവന്മാരെയാണോ ഞങ്ങൾ ദുനിയാവിൽ തീറ്റിപ്പോറ്റിയതും യുവമാരുടെ വാക്കാണോ ഞങ്ങൾ കേട്ടതും? ഞങ്ങളുടെ ജീവിതം പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ കടിക്കുമത്രേ. പരിശുദ്ധ ഖുർആനാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ. അനുയാവരുമേ ഇതാ പറയുന്നേ, അല്ലാഹുവനോട് ദുനിയാ ജന്മം, ദുനിയാവിലൊരു ജന്മം തന്നാൽ ഒറ്റ ഒരേ ഒന്ന് ഒരേ പ്രാവശ്യം ജന്മം തരുമോ നീ ദുനിയാവിലേ? ഒരു പ്രാവശ്യമൊന്ന് എനിക്കൊരു ജന്മം തരുമോ അല്ലാ? ഇവിടെ ദുനിയാവിലൊന്ന് പോയി വരാൻ. ജന്മം ഇതാ നീയും തന്നാലന്ന് ഇവരെ ഇതാ ഞങ്ങൾ കുഴിച്ചി മൂടും. ഇനിയൊരു ജന്മം നീ ഞങ്ങൾക്ക് ദുനിയാവിൽ തരികയാണ് എങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ സംഘടനാ നേതാക്കന്മാർ, ആഭിചാരക്രിയകൾ ചെയ്യുന്നവന്മാർ, ദുശക്തികൾ, ഇവനെയെല്ലാം നമ്മൾ കുഴിച്ചു മൂടും റബ്ബേ. ഇവൻ്റെയൊക്കെ ചതിയിൽ നമ്മൾ പെട്ടുപോയല്ലോ റബ്ബേ. എത്ര രോക്ഷത്തോടു കൂടിയാണ് പറയുന്നത്. ഇന്നോ എത്ര സ്നേഹമാണ് അവരോട്. നേതാവ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഇല്ല. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, തല വെട്ടാൻ പറഞ്ഞാൽ വെട്ടും, കൈ വെട്ടാൻ പറഞ്ഞാൽ വെട്ടും. ഇവിടെ നാളെ പാരത്രികമായ ലോകത്തൊരു ജീവിതമുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നേതാക്കളും ഗീതാക്കളൊന്നും അവിടെ കാണൂല. അവിടെ ഒരു അണിമണി തൂക്കം ചലിക്കാൻ കഴിയില്ല കേട്ടോ. ഖുർആനാണ്. അമളീതായി വരും അറിയുന്നുണ്ടേ, നരകം അവരെയും കാത്ത് നിന്നേ. അപ്പോഴാണ് അവർ ഈ അമളികളെല്ലാം അറിയുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അവിടുത്തെ പട്ടാളക്കാരോട് പറയുന്നു, വെക്കടാ വെടി. ആരോയാണ് വെക്കേണ്ടത്? പലസ്തീനികളായ സാധുക്കളായ ഈമാൻ പൂർണ്ണമായ പലസ്തീനി മക്കളുടെ നെഞ്ചത്തേക്ക് വെക്കടാ വെടി, കൊണ്ടിടടാ മിസൈൽ എന്ന് അവിടുത്തെ നേതാക്കൾ പറയുമ്പോൾ ഈ പാവം പട്ടാളക്കാർ അത് ചെയ്യുകയാണ്. ഇവൻ അറിയുന്നുണ്ടോ നാളെ ഈ ഇസ്രായേലിൻ്റെ നേതാക്കൾ, അതുപോലുള്ള നേതാക്കൾ നാളെ ആഖിറത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ചെറിയ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞതാണ്.
രണ്ടും ഇതാ ചെന്ന് നരകത്തിലും ഉറക്കെ ഇതാ വീഴും വൻ ശബ്ദത്താൽ. ഈ നേതാക്കളും ഈ അനുയായികളും ഈ ദുശക്തികളും ഈ സംഘടനാ നേതാക്കളും കൊല്ലാൻ പറഞ്ഞു വിട്ടവനും കൊന്നവനുമെല്ലാം വലിയ ശബ്ദത്തോടുകൂടി നരകത്തിലേക്ക് വലിച്ചെറിയുമത്രേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സംഘടനകളിലേക്ക് നമ്മൾ ആരും പോകരുത്. ഇന്ന് ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ ചേർന്നുകൊണ്ട് എത്ര ആലിമീങ്ങളെയാണ് തെറിവിളിക്കുന്നത്, എത്ര നല്ല മനുഷ്യരെയാണ് തെറിവിളിക്കുന്നത്, എത്ര പേരെയാണ് കൊന്നൊടുക്കുന്നത്, എത്ര പേരെയാണ് പട്ടിണിയിലാക്കുന്നത്, എത്ര മക്കളെയാണ് അനാഥകളാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരു രാഷ്ട്രീയം എനിക്കില്ല, ഒരു സംഘടനയില്ല. കാരണം എന്താണെന്നറിയാം, എൻ്റെ കൊച്ചിലേക്ക് ഞാൻ ഒരുപാട് സംഘടനകൾ പ്രവർത്തിച്ച് കൺവീനറും പ്രസിഡൻറ്റും ഒക്കെ ആയ ആളാണ്. ഇന്നെനിക്ക് ഒരു സംഘടനയില്ല, ഒരു രാഷ്ട്രീയമില്ല, ഒരു ദുശക്തിയില്ല, ഒരു ആഭിചാരക്രിയ നേതാവില്ല, ഒരു മന്ത്രവാദിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ്റെ പരിസരത്ത് പോലും ഞാൻ പോകില്ല. അപ്പം അങ്ങനെയായി. കാരണം ഞാൻ ഖുർആൻ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങളും പഠിക്കണം. ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ്, എടോ നീ പോയില്ല അവനെ കൊല്ല്, നമ്മൾ കൊല്ലും. SDPI പറയുകയാണ്, നീ പോയി കൊല്ലും. അങ്ങനെ. അല്ലെങ്കിൽ അതുപോലെ സംഘടനകൾ ഇപ്പോൾ സമസ്ത പറയാണ്, എടേ ദക്ഷിണക്കാരെ ചീത്ത വിളിക്കും. മുസ്ലിം ലീഗ് പറയാണ് മറ്റവനെ വിളി. അങ്ങനെ എല്ലാം RSSകാർ പറയണം എല്ലാ മുസ്ലിങ്ങളെ കൊന്നുകള. UPയിലെ മറ്റവൻ പറയുകയാണ്, എടാ മുസ്ലിങ്ങളെ മൊത്തം തകർത്തേല. പെരുന്നാൾ ഇന്നലത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ യോഗിയുടെ പോലീസ് പാവം മുസ്ലിങ്ങൾ ചെറുപ്പക്കാരെയും ഒരു വയോവൃദ്ധനെ ചുമ്മായിട്ടടിക്കും. പെരുന്നാൾ നിസ്കരിച്ചതിൻ്റെ പേര്. എടാ യോഗി, നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്നറിയും. നീ എൻ്റെ പേരിൽ കേസെടുക്കുക, അല്ലെങ്കിൽ കൊല്ലാൻ വരെ എന്താ ചെയ്യും. പക്ഷേ ഇതൊന്ന് കണ്ടു നിൽക്കാൻ ലോകത്ത് മനസ്സാക്ഷിയുള്ള ഒരുത്തർക്കും കഴിയും. ഇന്നലെ പെരുന്നാൾ സുദിനത്തിൽ ഒരു 9:30 ആവും. പെരുന്നാൾ നിസ്കരിച്ചുകൊണ്ട് നിന്നവരെ യോഗിയുടെ പോലീസ് ചെന്ന് അടിച്ച് നാശക്കോടാലിയാക്കുക. ഒരു വയോവൃദ്ധനെ ചവിട്ടി ഓടയിലെടുത്തിട്ടിട്ട് വീണ്ടും ചവിട്ടുക. ഞാൻ കണ്ടത്, വീഡിയോയിൽ കൂടെ കണ്ടു. എത്ര കഷ്ടമാണ്, എത്ര നീചകരാണ് ഇവരെയൊക്കെ. എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോഴും മൗനത്തിലാണ്. പ്രകോപനം വേണ്ട. എന്ത് പ്രകോപനം? അടിക്ക് തിരിച്ചടി. അള്ളാൻ്റെ റസൂൽ അങ്ങനെയാണ് പറയുക, അണത്തമുള്ളവനാണ് റസൂൽ. മനസ്സിലായി? ബോംബുള്ളവൻ്റെ കയ്യിൽ നമ്മൾ വെറും ഒരു കല്ല് കൊണ്ട് നിന്നാൽ മതി. പക്ഷേ നമുക്ക് ഈമാൻ വേണം. മനസ്സിലായി? ഈ UPയിലേക്ക് മുസ്ലിങ്ങൾക്ക് ഈമാനില്ലാതെ എന്താണ് അവർ? അവർക്ക് തിരിച്ചടിച്ചൂടെ? പോട്ടെ, വിഷയം എന്താ? അതിനാൽ ജനങ്ങളെ ഒരുത്തൻ്റെയും പിറകെ ഇതാ നിങ്ങൾ പോകരുതേ. സമസ്തയുടെ പിറക്കേം പോകണ്ട, ദക്ഷിണയുടെ പിറക്കേം പോകണ്ട, SDPIയുടെ പിറക്കേം പോകണ്ട, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിറക്കേം പോകണ്ട, മുജാഹിദിൻ്റെ പിറക്കേം പോകണ്ട. പണ്ട് തഴവാ ഉസ്താദ് പാടിയ ഒരു പാട്ടുണ്ട്. എങ്ങനെ? നീ ആരെയും മാതൃകയ്ക്കായി തേടണ്ടടോ, വേണ്ടത് കിതാബിൽ ഉണ്ടടോ പതറണ്ടടോ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ 2 വരി എഴുതി. നീ ആരെയും മാതൃകയ്ക്കായി തേടണ്ടടോ, വേണ്ടത് കിതാബിൽ ഉണ്ടടോ പതറണ്ടടോ. അപ്പോൾ നമ്മൾ സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല എന്ന് മനസ്സിലാവും. സുന്നിക്കാർ സുന്നി അല്ലാത്തവരെ ചീത്ത വിളി. ഈ ചീത്ത ഇതൊക്കെ അനുവദനീയമാണ്. റസൂലിൻ്റെ കാലത്ത് എത്ര സുന്നി ഉണ്ടായിരുന്നു, എത്ര വഹാബി ഉണ്ടായിരുന്നു, എത്ര ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. ഒറ്റ വാക്ക്, 2 സാക്ഷ്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. ഇന്ന് നമ്മൾ ഒരു സുന്നിയെ പറഞ്ഞ മറ്റേ ഒരു സുന്നി നമ്മളിപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കും. അതിലെ നേതാക്കൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ തെറിയും കിട്ടിയാൽ ഇടിച്ച് മൂക്കാമണ്ട
ഷേപ്പ് മാറ്റും. ഒരു ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ അമാലിലുള്ള ആൾക്കാർ വന്ന് അമ്മളം പോലത്തെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മൊത്തത്തിൽ ഞാൻ പറയുന്നു, ഒരു സംഘടനകളിലും എൻ്റെ പ്രിയമുള്ളവരെ, സാധാരണ ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. കുറച്ച് പേരുണ്ട് വേറെ, അവരെന്തെങ്കിലും ആയിട്ടോ, അവരൊക്കെ ഈ ഖുർആൻ ശരിക്ക് പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധാ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരൊറ്റ സംഘടനകളിലും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളിലും നമ്മൾ പ്രവർത്തിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ആയാൽ നമ്മളുടെ ദുന്യവിയായ ലോകവും നാളെ ഉഖ്റവിയായ ലോകവും പരാജിതമാണ്, പരാജയപ്പെട്ടു പോകും. മനസ്സിലായി? നമുക്ക് വോട്ട് വരുമ്പോൾ വോട്ട് ചെയ്തു, അത് നമ്മളെ ഈ ഇന്ത്യൻ ഭരണഘടനയോടനുബന്ധിച്ചുള്ള കാര്യമാണ്. വോട്ട് വരുമ്പോൾ വോട്ട് ചെയ്തു. കോൺഗ്രസ്സിനോ കമ്മ്യൂണിസ്റ്റിനോ RSSനോ SDPIക്കോ ഭീകരവാദിക്കോ തീവ്രവാദിക്കോ ആർക്കോ വോട്ട് ചെയ്തു. അതൊരു രാജ്യത്തിൻ്റെ കടമയാണ്. അല്ല, നമ്മൾ അതിലൊന്നും പ്രവർത്തിക്കരുത്. മനസ്സിലായില്ലേ? അതിനാൽ ജനങ്ങളെ ഒരേ തൻ്റെയും പിറകെ ഇതാ നിങ്ങൾ പോകരുതേ. ദുനിയായിതാ ജീവിതം കുറച്ച് മാത്രം, അതിനാൽ ഖുർആനെ ഇതാ പിൻപറ്റേ. ഇനിയും ഇതാ നിങ്ങൾ ഇത് കേട്ടില്ലേ, അന്ന് അതേ നിങ്ങൾ മുടിഞ്ഞു പോകും. നാളെ ആഖിറത്തിലെ കാര്യമാണ് പറയുന്നത്. നേതാക്കളുടെ പിറകെ പോയിട്ട് നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ നേതാക്കൾ തിരിയുമത്രയും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ കേൾക്കുകയാണ്. എന്നിട്ടും അതിൻ്റെ പിറകെ പോയി നിങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. സർവം ഇതാ ദുനിയാ പടച്ചു റബ്ബ്, ഒക്കെ മനുഷ്യന മറന്നേക്കല്ലേ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ദുനിയാവിൽ പടച്ചതെല്ലാം എൻ്റെ മനുഷ്യന് വേണ്ടിയാണ്. അള്ളാഹു പറയുകയാണ്, എൻ്റെ മനുഷ്യന് വേണ്ടിയാണ്. തികച്ചും ഹലാലേയും രുചിയുള്ളതും കഴിക്കേ യഥേഷ്ടവും ബർക്കത്തായി. രുചിയുള്ളതും നിങ്ങളുടെ ആഫിയത്തിന് ആരോഗ്യത്തിന് നൽകുന്നതും ആരോഗ്യത്തിന് ശ്രേഷ്ഠത നൽകുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിച്ചു കൊള്ളണം കേട്ടോ. അള്ളാഹുവാണേ പറയുന്നത്. മനുഷ്യർ ചിലതൊക്കെ നിഷേധക്കല കഴിക്കാൻ മടിക്കുന്നു അന്ധവിശ്വാസത്താലെ ചില ആഹാരങ്ങൾ മനുഷ്യൻ കഴിക്കാൻ മടിക്കുന്നുവത്രേ. ബീഫ് കഴിക്കാൻ അള്ളാഹു ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞു. ബീഫ് കഴിക്കാൻ ചിലർക്ക് നിവർത്തിയില്ല. എങ്ങനെ നിവർത്തിയില്ല? അന്ധവിശ്വാസം. മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതായ മൃഗം ആ ബീഫിറച്ചി തിന്നാൻ പാടില്ല. ബീഫ് തിന്നുന്നവനെ കൊല്ലുന്ന യോഗി. നിന്റെ അന്ധവിശ്വാസവും നിന്റെ അനുയായികളും നാളെ നാളെ പാരത്രികമായ ലോകത്തെത്തണ്ട. അതിന് മുന്നേ തന്നെ നിനക്കും നിന്റെ അനുയായികൾക്കും പണി കിട്ടുമത്രേ. ഇതിനേ ഇതാ കാരണം നേതാക്കളാ ശൈത്താനതിനേക്കാൾ വലുതായവരാ. അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച ഇബ്ലീസിനേക്കാൾ വലിയ പഹയന്മാരാണ് ഇവമാർ. മനുഷ്യന് സൃഷ്ടിച്ചതായ ആഹാരം നിഷേധിക്കുന്ന മനുഷ്യ ദുശക്തികളെ, നിങ്ങൾ ശൈത്താനേക്കാൾ വലിയ ശൈത്താന്മാരല്ലയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹ് പറയുന്നു, കഴിച്ച് കൊള്ളുക. ദൂതർ ഇതാ വേദം പഠിപ്പിച്ചത്
അള്ളാഹു പറയുകയാണ്, പ്രവാചകന്മാരും പരിശുദ്ധമായ ഖുർആനും എന്തെല്ലാം നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞുവോ അതൊക്കെയും നിങ്ങൾ കഴിച്ചുകൊള്ളുക, എന്തെല്ലാം കഴിക്കണ്ടെന്ന് പറഞ്ഞുവോ അതൊന്നും നിങ്ങൾ കഴിക്കുകയും ചെയ്യരുതേ എന്നല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ അടിവരയിട്ട് പറയുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.